I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. പല ആൾക്കാരും ഒന്ന് പറയാവുന്ന കാര്യമാണ് ഈ പ്രമേഹത്തിനെ കുറിച്ച്. ഞാൻ മരുന്നെടുക്കുന്നുണ്ട്, എൻ്റെ ഷുഗർ കൺട്രോളിലാണ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, എത്ര മരുന്നുണ്ട്? ആ, രാവിലെ 2 ഗുളിക, വൈകുന്നേരം 1 ഗുളിക, പിന്നെ ഉച്ചയ്ക്ക് 1 ഗുളിക, ഇങ്ങനെ രീതി പറയാറുണ്ട്. അപ്പോൾ ചോദിച്ചാൽ മരുന്നൊന്ന് കാണിക്കാവോ? മരുന്ന് കാണിക്കാൻ നേരം ശരിക്കും പറഞ്ഞാൽ ഇവർ 2 ഗുളിക എന്ന് പറഞ്ഞാൽ 1 ഗുളികയിൽ തന്നെ 2 മരുന്നുണ്ട്. അപ്പോൾ മെറ്റ്ഫോമിന്, ഗ്ലിമിപ്രൈഡ്, ഓഗ്ലിവോസ്, ടെനിഗ്ലിപ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കഴിക്കുന്ന മരുന്ന് വെച്ച് നോക്കുമ്പം അത്രയും മരുന്നുകളാണ്. പല ആൾക്കാർ ഇതിൻ്റെ കൂടെ ഇൻസുലിനുണ്ട്. അപ്പം ഇത്രയൊക്കെ കഴിച്ചേച്ചും എടുത്തിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഷുഗർ ലെവൽ ഇപ്പം 120, ഇപ്പം 130 എന്ന് പറയുന്നത് വെച്ചാൽ ഇത്രയും ഡോസ് കയറിയിട്ട്. അല്ലാതെ അത് അത് സ്വന്തമായിട്ട് അഹങ്കരിക്കേണ്ട ഒരു സംഭവമേ അല്ല. ആ മരുന്ന് വന്ന് പണിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് ചെയ്തു, അല്ലാതെ നമ്മൾ മെനക്കെടുന്നതുകൊണ്ടല്ല. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ ഇത്രയും കാലത്തെ ഒരു കൺസൾട്ടേഷനിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന പ്രമേഹമുള്ള ആളുകളുടെ ഇവരുടെ ഷുഗർ ലെവൽ മാത്രമേ കൺട്രോളിലുള്ളൂ, വേറെ ഒന്നും ശരിയല്ല. കാരണം അതിനകത്ത് ആദ്യം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ നിലത്ത് സാധാരണ ഒരു വെള്ളം ഇങ്ങനെ മഗ്ഗിൽ സാധാരണ ഒരു വെള്ളം ഇങ്ങനെ നിലത്തൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ ഒഴുകിപ്പോവും, തെന്നിപ്പോവും. പക്ഷേ ഈ സെയിം ഒരു മഗ്ഗ് വെള്ളത്തിനകത്ത് ഒരു 5-8 സ്പൂണ് പഞ്ചസാരയും കൂടെ കലക്കി കഴിയുമ്പം ഇതൊരു തിക്നെസ് വരും. എന്നിട്ട് ഈ കട്ടിയായിട്ടുള്ള ഈ പഞ്ചസാര വെള്ളത്തിന് നമ്മൾ നിലത്തോടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം പോകത്തില്ല, ഇതിങ്ങനെ ഒട്ടി 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 കിടക്കും. ഇതേപോലാണ് നമ്മുടെ ബോഡിയിലും. എന്ന് വെച്ചാൽ ഈ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ ചെറിയ 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 രക്തക്കുഴലുകളെല്ലാം പോയിട്ട് ബ്ലോക്ക് ആവും. ഈ ബ്ലോക്കായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ. അത് കഴിഞ്ഞ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ എപ്പോഴെങ്കിലും വന്ന് പ്രോപ്പറായിട്ട് ഡയറ്റും നോക്കി എക്സസൈസും ചെയ്ത് മരുന്ന് എടുത്ത് വെച്ച് ഷുഗർ കൺട്രോൾ ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഈ ബ്ലോക്ക് മാറത്തില്ല. അപ്പോൾ ഈ ബ്ലോക്കുകൾ നമുക്കുണ്ടെന്നുള്ളത് എങ്ങനെ മനസ്സിലാകുന്നത്? വളരെ സിമ്പിൾ. നമ്മൾ ഈ ചെറിയ ചെറിയ രക്തക്കുഴൽ, അതായത് കണ്ണിന് പോലും കാണാത്ത അത്ര ചെറുതാണ് കാപ്പിലറീസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ കാപ്പിലറീസ് എല്ലാം ബ്ലോക്ക് ആവും. ഇത് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് കാല്. അപ്പോൾ കാലിൽ ഈ പ്രമേഹത്തിൻ്റെ ഡാമേജ് വന്നു എങ്ങനെ അറിയുന്നത്? കാലിൻ്റെ പുകച്ചില ഉണ്ടാകും, മരവിപ്പുണ്ടാകും, ഈ ഉറുമ്പ് കയറുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളാണ്. ചില ആൾക്കാരൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ചെരുപ്പ് ഊരിപ്പോയാലും അറിയത്ത് പോലുമില്ല. നിലത്താണോ ചവിട്ടിയത്, ചെരുപ്പിലാണോ ചവിട്ടിയത്, ഒരു മനസ്സിലാകത്തില്ല. ചില ആൾക്കാരുടെ കാലിലൊക്കെ കല്ല് കുത്തി കീറുന്നിട്ട് ഒരു ഐഡിയ ഇല്ല. മരപ്പ് മൊത്തത്തോടെ മരവിപ്പുണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഇത് ശരിക്കും പറഞ്ഞാൽ കാലയിലെ രക്തക്കുഴലുകളിലെ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് നാഡികൾക്ക്, നെർവ്സിലേക്കുള്ള സ്റ്റിമുലേഷനേ കിട്ടത്തില്ല. അപ്പോൾ കാലയിൽ ഇപ്പോൾ ആണി കുത്തി കീറി എന്ന് പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ട് പഴുക്കുമ്പോഴായിരിക്കും അറിയുന്നത് തന്നെ, അല്ലാതെ നമുക്ക് ഓർക്കത്ത് പോലുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കാര്യം നടക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ സംഭവിക്കുന്നത് ലൈംഗിക ബുദ്ധിമുട്ടുകളാണ്. എന്ന് വെച്ചാൽ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ കാപ്പിലറീസ്, അതായത് രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ സംഭവിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് നെർവ്സിലേക്കുള്ള സപ്ലൈ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് സെൻസേഷൻ കുറയുകയും, അതായത് ഉദ്ധാരണക്കുറവുണ്ടാകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡയബറ്റിക്കിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പം നമ്മുടെ ഈ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭൂരിഭാഗം ഒരു ശരീരത്തിന് സെക്ഷൽ ഓർഗൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബ്രെയിനാണ്. അതായത് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ച, നമ്മുടെ സ്റ്റോറി ആയിക്കോട്ടെ, നമ്മുടെ ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടലോ ടച്ചോ സ്റ്റിമുലേഷനോ, ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത്. പക്ഷേ ഈ കാര്യം നടക്കും ഒരു 60% ആളുകളിലും. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന ഉദ്ധാരണം പ്രശ്നം ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമുണ്ട്, രക്തയോട്ടം പ്രോപ്പറല്ല, നെർവ്സിൻ്റെ ബലം കുറയുവാണ്, ഉദ്ധാരണം നടക്കത്തില്ല. ടൈമിങ് കുറവായിരിക്കും, കുറേ സമയത്തേക്ക് ലൈംഗിക ഇതിൽ പോകുന്നത് പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ഉദ്ധാരണം കുറയുന്ന രീതികളിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഷുഗർ നോക്കിയാൽ വലിയ കൂടുതലൊന്നുമില്ല, അവർ പറയുന്നത് പോലെ കൺട്രോൾഡാണ് എന്ന് പറയുന്നവരായിരിക്കും. പക്ഷേ ഇതൊക്കെ ആയിരിക്കും പ്രശ്നം. ഇനി ഇതേപോലെ വേറൊരു പ്രശ്നമുണ്ട്. ഷോൾഡർ സ്റ്റിഫാകും. അതായത് ഈ പുറകോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ പോക്കറ്റിലിങ്ങനെ പേഴ്സൊക്കെ എടുക്കാൻ പറ്റത്തില്ല, കർച്ചീഫ് പോക്കറ്റ് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പുറത്തോട്ടൊന്ന് ചൊറിയണമെന്നെങ്കിൽ പോലും കൈ ഒങ്ങത്തില്ല. അപ്പം ഒരു ഷേക്കൻഡ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഷേക്കൻഡ് കൊടുക്കുമ്പം നമ്മളിപ്പോൾ ഷേക്കൻഡ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ ഈ ഫ്രോസൺ ഷോൾഡർ സ്റ്റിഫായിട്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ഇങ്ങനെ പൊക്കിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ കൈ ഒരു പരിധി കൂടുതലൊന്നും കൈ പൊങ്ങത്തില്ല. അപ്പോൾ അന്നേരം അറിയാം, ഓക്കെ ഇത് ഫ്രോസൺ ഷോൾഡറാണ്, ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ
ഈ സ്റ്റിഫാകുക, കൈ പൊക്കുന്നത്, കൈ പുറകോട്ട് പോകുന്നതിന്, കൈ സൈഡിലേക്ക് പോകുന്നത്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം സ്റ്റിഫ് ആകുന്നുണ്ടോ, അത് ഡയബറ്റിക്കിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ശരീരപ്രകൃതി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ശരീരത്തിൽ വയറ് മാത്രമേ ഉള്ളൂ, കൈയും കാലും നെഞ്ചും ഒക്കെ ശോഷിച്ചായിരിക്കുന്നത്. എന്ന് വെച്ചാൽ മസിൽ പോവുകയാണ്, ഫാറ്റ് പോവുകയാണ്. കാരണം ഈ മെറ്റ്ഫോമിനൊക്കെ എടുക്കുന്ന ആളുകളിൽ നിന്ന് ഫാറ്റ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുളിക എടുത്താലും എടുത്തില്ലെങ്കിലും ഈ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയബറ്റിക്കിൻ്റെ പ്രശ്നമാണ്. അതേപോലെ വേറൊരു പ്രശ്നം, അത് മെയിൻ പ്രശ്നമാണ്, മൂത്രത്തിൽ ഇങ്ങനെ പത പോവുകയാണ്. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയങ്ങളിൽ പത ഉണ്ടാകും, അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് പത ഉണ്ടായിട്ട് കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ പത പോയി. പക്ഷേ ഈ സോപ്പ് കലക്കുന്ന പോലെ ഇങ്ങനെ പത കുറേ നേരത്തേക്ക് ക്ലോസറ്റിൽ കിടക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. യൂറിനിലൂടെ ഇങ്ങനെ ആൽബുമിൻ പ്രോട്ടീൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കിഡ്നി അങ്ങനെ അടുപ്പിച്ച് കുറേ നാൾ പോയി കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പം ഇതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങി വരും. ഈ നമ്മൾ കഴിഞ്ഞ മാസം ഈ ഒരു ബോർഡ് വായിച്ചാണല്ലോ, ഇപ്പോൾ അത് വായിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും പെട്ടെന്നുള്ള ചേഞ്ചസ് ഉണ്ടാകും. ഗ്ലൂക്കോമ എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കോർഡിനേഷൻ കിട്ടത്തില്ല. അതായത് ചില ആൾക്കാർക്ക് എന്താ പറയുക, ഗ്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് വരയ്ക്കാൻ തുടങ്ങും. അല്ലാതെ പ്ലേറ്റും ഗ്ലാസ് ഒരുമിച്ച് പിടിക്കാൻ പറ്റത്തില്ല, ബട്ടൺസ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കോർഡിനേഷൻ മിസ്റ്റേക്ക് വരും. പിന്നെ ഓർക്കുന്നത്, നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നല്ലോ, ഇന്നലെ ഓർത്ത സാധനം, ഇന്നലെ പോയ സ്ഥലമാണല്ലോ, ഇന്നലെ പറഞ്ഞ പേരാണല്ലോ, ഇത് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് വരും. പിന്നെ എവിടെയാണ്, എന്തിനാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതാവും. അങ്ങനെ പലതര പ്രശ്നങ്ങളാണ് ഡയബറ്റിക്കിന് ബുദ്ധിമുട്ട്. ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇതേപോലെയാണ് ബ്ലോക്ക്. ഇതെന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു ടാങ്കിനകത്ത് നിറയെ ചെളിവെള്ളം, ഫുൾ ടൈം എപ്പോഴും വെള്ളം അടിക്കുന്നത് ചെളിവെള്ളം അടിക്കുന്നത്. ഇതിങ്ങനെ ടാങ്കിൽ ചെളിവെള്ളം ചെളി നിറഞ്ഞ് ഈ ചെളിയാണ് ഈ നമ്മുടെ അടുക്കളയിലും വരുന്നത്, ബാത്റൂമിലും വരുന്നത്. അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ എവിടെയൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം വരുന്ന വെള്ളം എന്ന് പറയുന്നത് ചെളിവെള്ളമാണ്. കുറച്ച് നാളൊക്കെ വെള്ളം വരും, കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വെള്ളം വരത്തില്ല, കാരണം ചെളി നിറഞ്ഞു. അപ്പോൾ നമ്മൾ പറയണം, ടാങ്കിൽ ചെളി നിറഞ്ഞു, നമുക്ക് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ പോയി ടാങ്ക് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി, ഈ ചെളിവെള്ളം വന്നിട്ടായി ഈ പ്രശ്നം, അതുകൊണ്ട് നല്ല വെള്ളം ഇനി എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല വെള്ളം ഇട്ടുമെന്ന് വെച്ചോ. എന്നാലും ടാപ്പിലൂടെ ഓസിലൂടെ വെള്ളം വരത്തില്ല, കാരണം ഈ ചെളി മാറ്റിയിട്ടില്ലല്ലോ, ടാങ്ക് മാത്രം ക്ലീൻ ചെയ്തിട്ട് എന്ത് കാര്യം. ഇതേപോലെയാണ് നമ്മൾ കുറച്ച് നാളും ഷുഗർ ഒന്നും നോക്കാതെ, കൺട്രോൾ ചെയ്യാതെ, തോന്നുന്ന പോലെ ഫുഡും കഴിച്ച് എക്സസൈസും ഇല്ലാതെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഷുഗർ കൺട്രോൾ ഇല്ലാതെ കുറച്ച് നാൾ പോകും. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ബ്ലോക്ക് പോകും, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരും. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നും, അയ്യോ നമ്മൾ ചെയ്ത് ശരിയായില്ല, നമുക്കത് എത്രയും പെട്ടെന്ന് നമുക്ക് ഗുളിക ഡോസ് കൂട്ടണം, അതേപോലെ തന്നെ മരുന്ന് എടുക്കണം, അപ്പോൾ അതേപോലെ ഫുഡ് നിയന്ത്രിക്കണം, ഞാൻ ഇനി പുറത്ത് മധുരമൊന്നുമില്ല, അങ്ങനെ എന്നൊക്കെ തീരുമാനിച്ച് നിൽക്കും. പക്ഷേ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു 180 ഷുഗർ 120 ആകും എന്നുള്ളതല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും മാറത്തില്ല, കാരണം ഇതെല്ലാം ബ്ലോക്ക് കിടക്കുമല്ലേ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, നിങ്ങൾ മരുന്നെടുത്തോ, പക്ഷേ ഈ ഡാമേജ് ശരിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വണ്ടി സർവീസ് ചെയ്യുന്നല്ലോ, നമുക്ക് ബോഡി സർവീസ് എടുക്കാൻ പറ്റും, ഈ ബ്ലോക്കേജുകളൊക്കെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് മെത്തഡുകളാണ് ചെയ്യേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സീക്രട്ടാണ്, എന്ന് വെച്ചാൽ മസിൽസ് സ്ട്രെങ്തൻ ആയാൽ ഡയബറ്റിക് ഒരു 50% കുറയും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഡംബിൾസ് ഒരു 2-3 കിലോ ഡംബിൾസാണ് കയ്യിലുള്ളതെങ്കിൽ, ഒരു വെയിറ്റ് ഉള്ളതെങ്കിൽ, ഇതൊരു 10 തവണ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈസെപ്സ് ടയർഡായി കഴിയുമ്പോൾ എന്നാ സംഭവിക്കും, ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഒരു അരമണിക്കൂറൊക്കെയാണ് നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ടയർഡായി കഴിഞ്ഞാൽ ഈ മസിൽസിന് ഗ്ലൂക്കോസ് വേണം, അതിന് എനർജി വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ഡയറക്റ്റായിട്ട് മസിൽ വലിച്ചെടുത്തിട്ട് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇൻസുലിൻ വേണ്ട, ഗുളിക വേണ്ട, അപ്പോൾ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഗുളിക എടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഈ സാധനം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാം, ഗുളികയുടെ ഡോസ് കുറയ്ക്കാം, എന്തോരം കാര്യം ചെയ്യാം. അതേപോലെ തന്നെ ഇരുന്ന് എഴുന്നേൽക്കുക, സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക, വെയിറ്റോടുകൂടി, അല്ലാതെ ഈ നടത്തം കൊണ്ട് വലിയ ഉപയോഗമേ ഇല്ല. ഈ ഏറ്റവും മടിയന്മാർക്കുള്ള സംഭവമാണ് ഈ നടത്തം എന്ന് പറഞ്ഞാൽ. ഞാൻ വാക്കിംഗ് ചെയ്യുന്നുണ്ട് എന്ത് കാര്യം, അതായത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു എക്സസൈസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വാക്കിംഗ് എന്ന് പറയുന്നതാണ്. വാക്കിംഗ് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, പിന്നെ ചെയ്യാം, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പം ഡയബറ്റിക് കണ്ടീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മസിൽ ലോസ് പോകുന്നതാണ്, കൈയും കാലും ശോഷിക്കുന്നതാണ്. അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ
പുഷപ്സ്, സിറ്റപ്സ്, ഡംബിൾസ് ഇതേപോലത്തെ വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാ ദിവസവും മിനിമം 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ഇതൊന്ന് റിപ്പീറ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലോക്കുകൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാകും, സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വരും, റിപ്പയർ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഇത്. അതുകൊണ്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? 0 ഗ്ലൂക്കോസ് ഉള്ള ഭക്ഷണം, അതായത് ഇപ്പോൾ അരി എന്ന് പറഞ്ഞാൽ ഒരു 75% ഒക്കെ ഗ്ലൂക്കോസ് വരും, ഗോതമ്പ് ഒരു 74% വരും, മില്ലറ്റ് ഒരു 72% വരും, ഓട്സ് ഒരു 70% വരും, പിന്നെ കപ്പയും ചേമ്പും സാധനങ്ങളൊക്കെ ഒരു 80% വരും, പിന്നെ ഈ പഞ്ചസാര, ശർക്കര, കരിപ്പെട്ടി, തേന്, കൽക്കണ്ടം എന്നൊക്കെ പറയുന്നത് 100% ഗ്ലൂക്കോസാണ്. പിന്നെ ഒരു 50-60 റേഞ്ചിൽ വരുന്നത് ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന് പരിപ്പ് ആ ഒരു പെർസെൻറ്റേജിൽ വരും. 0യിൽ വരുന്നത് ആണ് ഏറ്റവും വേണ്ടത്. പച്ചക്കറികളെല്ലാം 0 ആണ്, ഗ്ലൂക്കോസേ ഇല്ല. ഇലക്കറികൾ 0 ആണ്. അതേപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട, പനീർ, മഷ്റൂംസ്, തൈര്, വെണ്ണ, നെയ്യ് ഈ സാധനങ്ങളിലൊക്കെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ചോറിൻ്റെ അളവ് കുറച്ച് വെച്ച് മീൻ വേണമെന്നുണ്ടെങ്കിൽ മത്തിയൊക്കെ ആണെങ്കിൽ ഒരു 3, 4, 5 വേണമെങ്കിലും എടുത്ത് കഴിച്ചാലും ഷുഗർ കറക്കുന്നുള്ളതാണ്. പക്ഷേ ചോറ് പരിപാടി അധികം നല്ലൊരു ഓപ്ഷനല്ല. ഇപ്പം അരിപ്പൊടി, നമ്മൾ പച്ച അരിയാണ് നമ്മൾ ദോശ, ഇഡ്ഡലി, അപ്പം പുട്ടാക്കുന്നത്. ഇത് നോർമൽ പുഴുക്കലരിയെക്കാട്ടിലും വളരെ 2 ഇരട്ടി സ്പീഡിലാണ് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുന്നത്. അപ്പം കുറേ 3-4 ഇഡ്ഡലി കഴിച്ചാൽ ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഷുഗർ ലെവൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താണ് ഒരു 2 ഇഡ്ഡലി ആക്കിയിട്ട് ഒരു മുട്ടയും കൂടെ ആക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതേപോലെ തന്നെ ഒരു ദോശയും കടലക്കറി, മുട്ട ഓംലേറ്റ് ആക്കുവാണെങ്കിൽ ഓക്കെ. ഇതിനകത്തൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടും, പക്ഷേ ഗ്ലൂക്കോസ് ലെവൽ അധികം കാണത്തില്ല. അപ്പോൾ നമ്മൾ ഡയറ്റോടെ ഫോക്കസ് ചെയ്യണം. എക്സസൈസ് മെത്തഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. എന്നിട്ടും കൺട്രോൾ നിൽക്കാത്തവർക്ക് ചെറിയ അളവിൽ മെഡിസിൻ വേണം. പക്ഷേ മെഡിസിൻ എന്ന് പറയുന്നത് വലിയ ഡാമേജോ പ്രശ്നമൊന്നുമല്ല. നമ്മൾ ഈ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ ആ മെറ്റ്ഫോമിൻ നിർത്താൻ അറിഞ്ഞിരിക്കണം. ഇത് 6 മാസം കഴിയുമ്പോൾ ഇത് പോരാ, അതിൻ്റെ കൂടെ വേറെ ഗുളിക, വേറെ മരുന്ന്, വേറെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കൈവിട്ട് പോയി എന്നാണ് കണക്ക്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെ ആരുടെ ശരീരത്തിൽ ശരീരം പണിയെടുക്കുന്നില്ല, വേറെ ആൾക്കാർ വന്ന് പണിയെടുക്കേണ്ടി വരും. അങ്ങനെ പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാമേജുകളെല്ലാം വരുന്നത്. അപ്പം വെറുതെ മരുന്നെടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ കൺട്രോളിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിപ്പയറിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് ഭാവിയിലേക്ക് ഉണ്ടാകുന്നത്. കാരണം പ്രമേഹം വന്ന് മരിക്കുന്നത് പ്രമേഹം കൊണ്ടല്ല, കിഡ്നി ഫെയിലിയർ, ലിവറിൻ്റെ പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നുള്ള രീതികളിലാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്, അല്ലാതെ പ്രമേഹം കൊണ്ടല്ല. ഇപ്പോൾ കാല് മുറിക്കുന്നു, ഒരു വിരൽ മുറിക്കുന്നു, വീണ്ടും അടുത്ത വിരൽ, അടുത്ത പാദത്തിൻ്റെ അവിടെ, മുട്ടിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഒരു തവണ മുറിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കുന്ന ആൾക്കാർ വെറും 15% ഉള്ളൂ. അന്നേരം ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ, ഡാമേജ് ശരിയാക്കണം എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. അതിന് വേണ്ട മെഡിസിൻസ് ആയിട്ട്, സപ്ലിമെൻറ്റ്സ് ആയിട്ട്, എക്സസൈസ് മെത്തഡുകൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഡയറ്ററി മോഡിഫിക്കേഷൻസ് എല്ലാം വരുത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.